ഒരു ചെറുപ്പക്കാരൻ ബൈക്കോടിച്ച് 2 മണിക്കൂറിനുള്ളിൽ 3 വീടുകളിലെത്തി 5 പേരെ കൊല്ലുക. ക്യാൻസർ രോഗിയായ മാതാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക. അതിൽ 4 ഉറ്റ ബന്ധുക്കളും 5-ാമത്തേത് മനസ്സുകൊണ്ട് ഏറ്റവും ചേർന്നിരുന്നയാളും. ഈ വിവരം പോലീസ് അറിയിക്കുമ്പോഴല്ലാതെ നാട്ടുകാർ ആരും അറിയാതിരിക്കുക. ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര നടത്താൻ മാത്രം മാനസിക നിലയുള്ള ആളാണ് ആ ചെറുപ്പക്കാരൻ എന്ന് അതുവരെ ഒരു സംശയവും ഉണ്ടാകാതിരിക്കുക. തലമുറ വിടവിന്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലാണ് ഇന്ന് കേരളം. ചെറുപ്പക്കാരുടെ മനസ്സ് ഏതെല്ലാം വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് ഊഹിക്കാൻ പോലും ആർക്കും കഴിയുന്നില്ല. 50 വയസ്സുള്ള ഒരാൾ കാണുന്ന ലോകത്തിന്റെ നേർവിപരീതമാണ് ഇന്ന് 20കാരൻ കാണുന്ന ലോകം. മുമ്പൊക്കെ 20കാരനും 80കാരനും തമ്മിലുണ്ടായിരുന്ന അന്തരമാണ് ഇന്ന് 20കാരനും 30കാരനും തമ്മിൽ പോലും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. നമ്മൾ അറിയേണ്ടേ കുട്ടികൾ ചുറ്റികയുമായി കൊല്ലാൻ നടക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അടുത്ത വീട്ടിൽ മരണമുണ്ടായി സമാധിയിരുത്തലും കഴിഞ്ഞ് ആ വീട്ടുകാർ പോസ്റ്റ് ഒട്ടിക്കുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ അറിയുന്നത്. തൂക്കുകയർ ശിക്ഷ കിട്ടിയ ഗ്രീഷ്മ എന്ന പെൺകുട്ടി പ്രിയപ്പെട്ടവനെ കൊന്നുകളയുമെന്ന് തൊട്ടയൽവക്കത്തുള്ളവരും നാട്ടുകാരും ഒരിക്കൽ പോലും സംശയിച്ചില്ല. പറവൂരിൽ കൊലവിളിയുമായി ഒരു ചെറുപ്പക്കാരൻ അടുത്ത വീട്ടിലെത്തിയതും സമീപകാലത്താണ്. ആലുവയിൽ 7 പേരെ കൊന്ന ആന്റണിയുടെ മാനസികാവസ്ഥയാണ് ഈ കൊലപാതക പരമ്പര നടത്തിയ അഫാന്റേത്. ആന്റണിയുടെ അടുത്ത ബന്ധുക്കളായിരുന്നില്ല കൊല്ലപ്പെട്ടത്. ഇവിടെ അഫാന്റെ പിതൃമാതാവ്, ഇളയ സഹോദരൻ, പിതൃ സഹോദരനും ഭാര്യയും, പിന്നെ അടുത്ത സുഹൃത്ത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റത് മാതാവിനും. വിദേശത്തായതിനാൽ മാത്രം ഈ കൊലപാതക പരമ്പരയിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ് കുടുംബത്തിൽ ഇപ്പോൾ ശേഷിക്കുന്ന പിതാവ്. സാമ്പത്തിക ബാധ്യതയോ പ്രണയ നഷ്ടമോ മാത്രം 23കാരനെ ഇത്ര വലിയ ക്രൂരതയ്ക്ക് പ്രേരിപ്പിക്കുമോ? കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്തിയ വിവരം സ്റ്റേഷനിൽ വന്ന് പറയുന്നതുവരെ ഇവരുടെ പ്രതിസന്ധികൾ ഒരാളും അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? വെഞ്ഞാറമൂട് കൊലപാതകത്തിന് പ്രത്യക്ഷത്തിൽ 2 കാരണങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്. പിതാവിന് 75 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്ന അഫാന്റെ മൊഴി. ഇങ്ങനെ ഒരു ബാധ്യതയുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പിതാവ് ഏറ്റെടുക്കുകയല്ലേ വേണ്ടത്? പകരം അത് 25 തികയാത്ത ചെറുപ്പക്കാരന്റെ ബാധ്യതയാകുന്നത് എങ്ങനെയാണ്? 2ാമത്തെ കാരണം അഫാന്റെ വിവാഹത്തിന് വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന മൊഴിയാണ്. വിവാഹത്തിന് എതിർപ്പുണ്ട് എന്ന പേരിൽ മാതാവിനെയും സഹോദരനെയും ജീവിച്ചിരിക്കുന്ന അടുത്ത ബന്ധുക്കളെയും കൊന്നുകളയാം എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് ഈ 2 കാരണങ്ങൾ. കൂട്ടാത്മഹത്യയായിരുന്നു ലക്ഷ്യമെങ്കിൽ ഏറെ അകലെ താമസിക്കുന്ന പിതൃ സഹോദരനും ഭാര്യയും അതിലുമേറെ അകലെ താമസിക്കുന്ന പിതൃമാതാവും എങ്ങനെ വന്നുപെടും? സ്വന്തം വീടിന്റെ ഭാഗമായി ജീവിക്കാത്തവരെ കൂടി കൊല്ലാനുള്ള ഈ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ കേരളത്തിന് കഴിയണമെന്നില്ല. സർവത്ര വയലൻസ് നിറഞ്ഞ ലോകമാണ് ഇന്ന് പല ചെറുപ്പക്കാരും ഉള്ളിൽ സൃഷ്ടിക്കുന്നത്. ഹൊറർ സിനിമകളും OTT പ്ലാറ്റ്ഫോമുകളിലെ വിദേശ പരമ്പരകളുമൊക്കെ കലാരൂപം എന്നതിനപ്പുറം പലർക്കും ജീവിതമായി മാറുകയാണ്. യന്ത്രത്തോക്കുകൊണ്ട് തുരുതുരെ വെടിവെക്കുന്ന അമേരിക്കൻ കൗമാരത്തെയാണ് അഫാനിൽ കണ്ടെത്തേണ്ടത്. ആളാം വീതം തോക്ക് ലൈസൻസ് ഉള്ള അമേരിക്കയിൽ പ്രായപൂർത്തിയാകാത്തവരും 20 തികയാത്തവരുമൊക്കെയാണ് കൊലക്കേസ് പ്രതികൾ. സ്കൂളുകളിലെത്തി ദയാദാക്ഷിണ്യമില്ലാതെ സഹപാഠികളെയും കൊച്ചുകുട്ടികളെയും വെടിവെച്ചു കൊല്ലുന്നത് ഇപ്പോൾ വാർത്ത പോലുമല്ലാതായി. 1000 വെടിവെപ്പെങ്കിലും നടക്കാത്ത വർഷങ്ങൾ അമേരിക്കയിലില്ല. അഫാൻ ഇപ്പോൾ നടത്തിയ കൊലപാതകങ്ങൾക്കുമുള്ളത് ആ മാനങ്ങളാണ്. പിതാവിന്റെ ബാധ്യത, സ്വന്തമായി വരുമാനമില്ലായ്മ, പ്രണയ ജീവിതം തടസ്സപ്പെടുമോ എന്ന ആശങ്ക, ഇവയെല്ലാം ചേർന്നുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്ന് രൂപപ്പെട്ടതാകാം ആ കൊലയാളി. അതിനൊപ്പം കൊലപാതകം തെറ്റല്ലെന്ന ഭ്രമാത്മകമായ ചിന്തകളുമുണ്ട്. ഒരു ചുറ്റിക കൊണ്ടുതന്നെ 6 പേരെയും അടിച്ചു വീഴിക്കുന്ന മാനസികാവസ്ഥ. ഒരു കൊലപാതകം പോലും ചിന്തിക്കാൻ അശക്തരായ സാമാന്യ ജനത്തിന് മുന്നിലൂടെ 6 പേരുടെ തല തല്ലിത്തകർത്ത് ഒരു ചെറുപ്പക്കാരൻ വണ്ടിയോടിച്ചു പോവുകയാണ്. അതുവരെ ഒരു ക്രിമിനൽ കേസിലും അകപ്പെട്ടിട്ടില്ലാത്ത യുവാവ് ആദ്യമായി ചെയ്യുന്നത് 5 കൊലപാതകവും 1 കൊലപാതക ശ്രമവും. നാട്ടിലോ പഠിച്ച സ്ഥലങ്ങളിലോ മോശം അഭിപ്രായമൊന്നും ഇല്ലാതിരുന്ന ചെറുപ്പക്കാരനാണ് എന്നുകൂടി ഓർക്കണം. അമേരിക്കയിൽ സ്കൂൾ വെടിവയ്പ്പുകളിൽ പിടിയിലാകുന്ന പലരുടെയും കുടുംബത്തിലും സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പല വീടുകളിലും നടക്കുന്നത് തൊട്ടടുത്തുള്ളവർ അറിയുന്നില്ല.
വീട്ടിലെ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള അംഗങ്ങളും അറിയുന്നില്ല. സാമ്പത്തിക ബാധ്യത ഇതിൽ വലിയൊരു ഘടകമാണ്. പിന്നെ ലഹരിയും. എത്താക്കൊമ്പിലെ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളിലും ചൂതുകളിയിലും എത്തിക്കുന്നു. പെട്ടെന്ന് ബാധ്യത തീർക്കാം എന്നു കരുതി ചെന്നു വീഴുന്നതെല്ലാം കെണികളിലായിരിക്കും. പ്രണയമുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന അടുത്ത ഒരു സുഹൃത്തെങ്കിലും ഉണ്ടാകില്ലേ? അതൊന്നുമില്ലാതെ ആരോടും പറയാതെ മനസ്സിൽ കെട്ടിപ്പൊക്കുന്ന സൗധങ്ങളാണ് പലപ്പോഴും പൊടുന്നനെ ഇടിഞ്ഞു വീഴുന്നത്. അങ്ങനെയുള്ള തകർച്ച നേരിടാനുള്ള കരുത്ത് നൽകേണ്ടത് അടുത്ത ബന്ധമുള്ള അയൽക്കാരും സുഹൃത്തുക്കളുമാണ്. സ്വന്തം വീട്ടിലുള്ളവരുമായി പോലും അടുപ്പമില്ലാതെ വളരുന്ന തലമുറകൾ എപ്പോഴും അപകടകാരികളാകാം. കുട്ടികളെ മുതിർന്നവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ വീഴ്ച. ആ മുതിർന്നവരിൽ രക്ഷിതാക്കളും ബന്ധുക്കളും മാത്രമല്ല ഉള്ളത്, അധ്യാപകരും അയൽക്കാരും പരിചയക്കാരും എല്ലാം ഉണ്ട്. യുവതലമുറയുടെ ദുരൂഹമായ മാനസിക സഞ്ചാരങ്ങൾ കണ്ടെത്താൻ എപ്പോഴും പോലീസിന് സാധിക്കണമെന്നില്ല. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.